ആലുവ എന്ന ദേശത്തിൻ്റെ പേര് കേൾക്കുമ്പോൾ തന്നെ ഭക്തജനങ്ങളുടെ മനസ്സിൽ ആദ്യം ഓടിയെത്തുക ആലുവ ശിവരാത്രി മണൽപ്പുറമാണ്. ഭക്തമനസ്സുകൾക്ക് അത്രമേൽ ഗൃഹാതുരവും ആത്മീയവുമായ മണ്ണാണ് ശിവരാത്രി മണൽപ്പുറവും ആലുവ പുഴയും ആലുവ ശ്രീ മഹാദേവ ക്ഷേത്രവുമൊക്കെ. ആലുവ മഹാദേവ ക്ഷേത്രത്തിന് അല്പം അകലെയായി സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രമാണ് കടുങ്ങല്ലൂർ ശ്രീ നരസിംഹസ്വാമി ക്ഷേത്രം. ഈ ക്ഷേത്രം ആലുവ മഹാദേവ ക്ഷേത്രത്തിന്റെ ചരിത്രവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നുവെന്നത് തന്നെയാണ് കടുങ്ങല്ലൂർ ശ്രീ നരസിംഹസ്വാമി ക്ഷേത്രത്തിന്റെ മാഹാത്മ്യം. കടുങ്ങല്ലൂർ നരസിംഹസ്വാമി ക്ഷേത്രത്തിന്റെ ചരിത്രം പറയുമ്പോൾ ത്രേതായുഗത്തിലെ ശ്രീരാമാവതാര കാലഘട്ടത്തിലേക്കും ഒരു മനസ്സഞ്ചാരം നടത്തേണ്ടതുണ്ട്. വിശ്വലോകത്തിന് എക്കാലത്തെയും മാതൃകാ പുരുഷനായിരുന്നുവല്ലോ ശ്രീരാമ ഭഗവാൻ. പവിത്രമായ സ്നേഹബന്ധങ്ങളുടെ കഥ പറഞ്ഞ ത്രേതായുഗം ഭക്തിയിലും ധാർമ്മികതയിലും അധിഷ്ഠിതമായ രാജഭരണത്തിലൂടെ കോസല രാജ്യത്തിന്റെ മര്യാദാ പുരുഷോത്തമനായി യുഗയുഗാന്തരങ്ങളോളം നിറഞ്ഞു നിൽക്കുന്ന ശ്രീരാമാവതാരം സത്യത്തിനും നീതിക്കും ധർമ്മത്തിനും വേണ്ടി സ്വന്തം ജീവിതം തന്നെ രാജ്യത്തിനും പ്രജാക്ഷേമത്തിനും സമർപ്പിച്ച് മോക്ഷദായകമായ രാമരാജ്യം സൃഷ്ടിക്കുകയായിരുന്നു. സഹനത്തിന്റെ സർവപ്രതീകമായി നിലകൊണ്ട സീതാദേവി രാജപത്നിയായപ്പോഴും രാമനാൽ ഉപേക്ഷിക്കപ്പെട്ടപ്പോഴും ഉള്ളിൽ നിരന്തരം രാമ രാമ എന്ന നാമം ജപിച്ച് ഭഗവാനിൽ അലിഞ്ഞു ചേരുന്ന കാഴ്ചയാണ് രാമായണത്തിൽ നാം കാണുന്നത്. വിശേഷ ദിവസങ്ങളിൽ ഭക്തജനങ്ങൾ ആലുവ മഹാദേവ ക്ഷേത്ര ദർശനം നടത്തുന്നു. തുടർന്ന് കടുങ്ങല്ലൂർ നരസിംഹസ്വാമിയെയും തിരുവാലൂർ മഹാദേവനെയും വണങ്ങി വീണ്ടും ആലുവ ക്ഷേത്രം തൊഴുതു നേടുന്നത് മോക്ഷദായകമായ പിതൃപുണ്യം തന്നെയാണ്. കടുങ്ങല്ലൂർ ക്ഷേത്രത്തിൽ ആദ്യകാലത്തെ പ്രതിഷ്ഠ വിഷ്ണുദേവനായിരുന്നു. വൈഷ്ണവ സങ്കല്പത്തിലുള്ള ക്ഷേത്രം പണ്ടേതോ കാലഘട്ടത്തിൽ പുനഃപ്രതിഷ്ഠ നടത്തിയപ്പോൾ തന്ത്രിയുടെ ഉപാസനാമൂർത്തിയായിരുന്നു നരസിംഹസ്വാമി. അങ്ങനെ തന്ത്രികൾ സ്വന്തം ഉപാസനാമൂർത്തിയെ വിഷ്ണു വിഗ്രഹത്തിലേക്ക് ആവാഹിച്ച് ഇവിടം നരസിംഹ ചൈതന്യം വിളങ്ങുന്ന ക്ഷേത്രമാക്കുകയായിരുന്നു. അങ്ങനെയാണ് ശ്രീ കടുങ്ങല്ലൂർ നരസിംഹസ്വാമി ക്ഷേത്രമുണ്ടായതെന്നും പഴമക്കാർ പറയുന്നു. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള കടുങ്ങല്ലൂർ ദേശത്തിന്റെ ആത്മീയ സ്മൃതികളിലും ഐശ്വര്യത്തിലും സമൃദ്ധിയിലുമൊക്കെ നിറഞ്ഞു നിൽക്കുന്നത് കടുങ്ങല്ലൂർ നരസിംഹസ്വാമി തന്നെ. ത്രേതായുഗത്തിൽ നിന്നും കലിയുഗത്തിലേക്ക് എത്തി നിൽക്കുമ്പോൾ ആയിരക്കണക്കിന് വർഷങ്ങളുടെ ചരിത്രവും ഭൂമിശാസ്ത്രവും സംസ്കാരങ്ങളുമൊക്കെ കടുങ്ങല്ലൂർ ക്ഷേത്രഭൂമിയിലൂടെ കടന്നുപോയിട്ടുണ്ട്. ഇന്നീ കാണുന്ന ക്ഷേത്രം എത്രയെത്ര രൂപമാറ്റങ്ങളിലൂടെ കടന്നുപോയിട്ടുണ്ടാവാം.
പ്രാചീന ക്ഷേത്രങ്ങളുടേതുപോലെ വലിയ ബലിക്കല്ലാണ് കടുങ്ങല്ലൂർ ക്ഷേത്രത്തിലേത്. ബലിക്കൽ പുര കഴിഞ്ഞ് നമസ്കാര മണ്ഡപം കഴിഞ്ഞാൽ വട്ടശ്രീ കോവിലിനുള്ളിൽ ഭഗവാനെ കണ്ടു തൊഴാം. ക്ഷേത്രത്തിന്റെ മറ്റൊരു പ്രത്യേകത ശ്രീകോവിലിനു ചുറ്റും മറ്റ് പ്രതിഷ്ഠകളോ ഉപദേവങ്ങളോ ഒന്നും തന്നെ ഇല്ല എന്നുള്ളതാണ്. ഉഗ്രമൂർത്തിയായ ഭഗവാൻ ഉപദേവങ്ങളൊന്നുമില്ലാതെ ഏകാധിപതിയായി വാണരുളുന്നു എന്നതാണ് സത്യം. ഭഗവാന് മുന്നിൽ സമർപ്പിക്കുന്ന എല്ലാ പ്രാർത്ഥനകൾക്കും ഉടനടി പരിഹാരമുണ്ടാകുന്നുവെന്നത് ദൂരദേശങ്ങളിൽ നിന്ന് പോലും ഭക്തജനങ്ങൾ കടുങ്ങല്ലൂർ നരസിംഹസ്വാമി ദർശനം തേടിയെത്താൻ കാരണമാകുന്നു. കഠിനമായ രോഗങ്ങളുള്ളവർ രോഗശാന്തിക്കായി ധന്വന്തരി മന്ത്രപുഷ്പാഞ്ജലിയും നരസിംഹ പുഷ്പാഞ്ജലിയും നടത്തിവരുന്നു. ഭഗവാന്റെ കൃപയാൽ മഹാരോഗങ്ങളിൽ നിന്ന് മുക്തി നേടിയവർ തങ്ങളുടെ ശരീരവും മനസ്സും ജീവിതവും ഭഗവാന് മുന്നിൽ സമർപ്പിച്ച് ആത്മസാക്ഷാത്കാരം നേടുന്നു. ഉപദേവങ്ങളില്ലാത്തതുകൊണ്ട് ശ്രീകോവിലിന്റെ മതിലിനപ്പുറത്തായി മഹാവിഷ്ണു ക്ഷേത്രവും പാർത്ഥസാരഥി ക്ഷേത്രവും നിലകൊള്ളുന്നു. ഈ ക്ഷേത്രങ്ങളിലും നിത്യപൂജകൾ നടത്തിവരുന്നു. രാജഭരണ കാലഘട്ടത്തിലെ ചില കഥകളും ഇന്നു കാണുന്ന ക്ഷേത്രത്തിന് പറയുവാനുണ്ട്. തിരുവിതാംകൂർ രാജാവായിരുന്ന വീരമാർത്താണ്ഡവർമ്മയുടെ ഭരണകാലത്ത് കൊച്ചി രാജ്യത്ത് സാമൂതിരി കൈയടക്കി വച്ചിരുന്ന പ്രദേശങ്ങൾ സ്വതന്ത്രമാക്കി കൊടുത്തതിന് കൊച്ചി രാജാവ് തിരുവിതാംകൂർ രാജാവിന് സമർപ്പിച്ച അന്നത്തെ ആലങ്ങാട് എന്ന രാജ്യമായിരുന്നു ഒരിക്കൽ ഈ മഹാക്ഷേത്രം നിലനിന്നിരുന്നതെന്ന് ചരിത്രരേഖകൾ പറയുന്നു. ടിപ്പു സുൽത്താന്റെ പടയോട്ടകാലത്ത് ക്ഷേത്രം തകർക്കപ്പെട്ടു. ആ കാലത്ത് ഐക്കരനാട് എന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്തിരുന്ന ക്ഷേത്രം അന്നത്തെ ഉടമസ്ഥർക്ക് നോക്കുവാൻ കഴിയാതെ വന്നപ്പോൾ കൊച്ചി രാജ്യത്തിൽപ്പെട്ട 4 നമ്പൂതിരി കുടുംബങ്ങളെ ക്ഷേത്ര നിക്ഷേപാധികാരം ഏൽപ്പിച്ചതിനെ തുടർന്നാണ് ഇന്നു കാണുന്ന ക്ഷേത്ര നിർമ്മിതി ഉണ്ടാകുന്നത്. ഈ 4 കുടുംബങ്ങളാണ് ഊരാൺമാവകാശികളായത്. മാവൽശ്ശേരിമന, മുല്ലപ്പള്ളിമന, ഏലപ്പള്ളിമന, മാവേലിമന എന്നീ കുടുംബങ്ങളാണ് ഊരാൺമാവകാശികൾ. ഓരോ യുഗങ്ങളിലും ധർമ്മ പുനഃസ്ഥാപനത്തിനായി ഓരോ രൂപത്തിലും ഭാവത്തിലും ഭഗവാൻ അവതരിക്കുന്നത് പോലെ കാലാന്തരങ്ങളായി ഭൂമിയുടെയും ചരിത്രത്തിൻ്റെയും മാറ്റങ്ങൾ അറിഞ്ഞ് പല ഭാവങ്ങളിലൂടെ കടുങ്ങല്ലൂർ ദേശത്തിൻ്റെ നാഥനായി ശ്രീ നരസിംഹസ്വാമി ഇവിടെ കുടികൊള്ളുന്നുവെന്നതാണ് യാഥാർത്ഥ്യം. മേടമാസ പുലരിയിൽ സൂര്യൻ ഭൂമിയിലേക്ക് പൊൻവെട്ടം ചൊരിയുമ്പോൾ കടുങ്ങല്ലൂർ ക്ഷേത്രത്തിന് ഉത്സവകാലമായി. കൊടിയേറ്റം കഴിഞ്ഞ് വിഷുക്കണി കണ്ട് ആറാട്ടോടുകൂടി ഉത്സവം അവസാനിക്കുന്ന ചടങ്ങാണ് ഇവിടെ അനുഷ്ഠിച്ചു വരുന്നത്. ഐശ്വര്യത്തിന്റെയും സമൃദ്ധിയുടെയും വിഷുക്കാലത്ത് തിടമ്പിലേറി ഉത്സവം കൊണ്ടാടുന്ന ഭഗവത് ചൈതന്യം കടുങ്ങല്ലൂരിന്റെ ജന്മപുണ്യമാകുന്നു. ആലുവ പുഴയാണ് ഭഗവാന് ആറാട്ടുകടവ്.
എല്ലാ വർഷവും മകരവിളക്കിന് ക്ഷേത്രത്തിൽ വിളക്കുത്സവം കൊണ്ടാടുന്നു. ക്ഷേത്രാങ്കണം 1000 വിളക്കുകളുടെ ശോഭയിൽ നിറഞ്ഞു നിൽക്കുമ്പോൾ കടുങ്ങല്ലൂർ ദേശത്ത് മകരജ്യോതി ഉയരുന്നു. സന്ധ്യകളിലേക്ക് പൊൻവിളക്കുകൾ തെളിയുന്നു. ശ്രീകോവിലിനുള്ളിലെ നരസിംഹ ചൈതന്യം ഹിരണ്യനെ വധിച്ച് വിഷ്ണുഭക്തനായ പ്രഹ്ലാദനെ രക്ഷിക്കുവാനുള്ള അവതാരമായിരുന്നു. ഭഗവാൻ തൂണിലും തുരുമ്പിലും സർവചരാചരങ്ങളിലും നിറയുന്നു. ഇതിലൂടെ യഥാർത്ഥ ഭക്തന്റെ മുന്നിൽ ഭഗവാൻ ഏതു രൂപത്തിലും അവതരിക്കുന്നുവെന്ന സന്ദേശം കൂടിയാണ് നരസിംഹാവതാരം ഭക്തജനങ്ങൾക്ക് പകർന്നു നൽകുന്നത്. ശ്രീകോവിലിനുള്ളിലെ ഭഗവാൻ തൊഴുകൈകളുമായി നിൽക്കുന്ന ഭക്തജനങ്ങളുടെ പഞ്ചേന്ദ്രിയങ്ങളിൽ സർവഭാവങ്ങളിലും നിറയുമ്പോൾ ക്ഷേത്രത്തിനു പുറത്ത് പഞ്ചവാദ്യം ഭഗവാന് അർച്ചനയായി. ശ്രീ കടുങ്ങല്ലൂർ ക്ഷേത്രത്തിലെ പ്രദക്ഷിണയാത്ര ധനുമാസത്തിലെ തിരുവാതിര കാലത്തായിരുന്നു. ക്ഷേത്രപൂജ കഴിഞ്ഞുള്ള രാവുകൾ തിരുവാതിര രാവുകളായി. അംബദേവി മഹാമായേ അംബദേവി മഹാമായേ കൊല്ലൂരത്തി നിവാസിനി മുല്ലബാണരിഭൂതായേ പാഹി മാം മൂകാംബികേ ദേവി പാഹി മാം മൂകാംബികേ വെൺമതി ശേഖര